കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് ശാന്തി പർവ്വത്തിലും അനുശാസന പർവ്വത്തിലും ഒക്കെയായി. അതിൽ അനുശാസന പർവ്വത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട തീർത്ഥമാണ് വിഷ്ണു സഹസ്രനാമം. നാമമാകുന്ന തീർത്ഥത്തിൽ നമ്മളെയെല്ലാം സ്നാനം ചെയ്യിക്കാൻ വ്യാസൻ പ്രേരിപ്പിക്കുകയുണ്ടായി. അതുകൂടാതെ ഗംഗ മുതലായിരിക്കുന്ന ആ പുണ്യതീർത്ഥങ്ങളുടെ മഹത്വത്തെക്കുറിച്ചും തീർത്ഥസ്നാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. എല്ലാം പറഞ്ഞതിന് ശേഷം വ്യാസഭഗവാൻ പറയുകയാണ്, ആത്മാനദീ സംയമതോയ പൂർണ്ണ സത്യഹ്രദാശീലതടാദയോർമി തത്രാവഗാഹം കുരു പാണ്ഡുപുത്ര നവാരിണാശുദ്ധ്യതി ചാന്തരാത്മാ. വെള്ളം കൊണ്ട് അന്തരാത്മാവ് ശുദ്ധമാവുന്നില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഏത് തീർത്ഥത്തിൽ മുങ്ങാനാണ് വ്യാസൻ പറയുന്നത്? ആത്മാനദീ. ഇത് നിങ്ങളുടെ മനസ്സിലൊന്ന് ഭാവന ചെയ്യണം. ഞാൻ പ്രഭാഷണം എന്നൊക്കെ പറഞ്ഞു വെച്ചാലും പ്രഭാഷണം ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് പ്രഭാഷണം ചെയ്യാൻ അറിയില്ല. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ചിന്തിക്കേണ്ട ചില കാര്യങ്ങളെ വ്യാസനും വാൽമീകിയും വസിഷ്ഠാദി ഋഷി പരമ്പരകളുമൊക്കെ ഏതൊക്കെ രീതിയിലാണ് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പറഞ്ഞു തന്നിരിക്കുന്നത്, അതിനെ ഒന്ന് ഓർമ്മിക്കാനുള്ളതായ ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്നതാണ് സത്യത്തിൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉണർന്നൊഴുകുന്ന ഈ വാക്കുകളുടെയൊക്കെ പരമമായ ലക്ഷ്യം.